ഹായ് ടു ഓൾ, ദിസ് ഈസ് രേവതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലോസ്ഡ് ലിപ്പ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓപ്പൺ ലിപ്പ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനൊരു ഫാബ്രിക് പെയിൻറ്റിൻ്റെ ബോട്ടിലൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു റൗണ്ട് വരയ്ക്കുകയാണ്. ഇതുപോലെ വരച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ചെരിച്ച്, ഇത് കണ്ടോ, സ്ട്രെയിറ്റ് ലൈനല്ല, ചെരിച്ചൊരു വര സെൻറ്ററിൽ കൂടെ കൊടുക്കുക. ഇതുപോലെ കൊടുക്കുക. ഇനി ഇതിൻ്റെ തൊട്ട് താഴത്തേറ്റ് ഒരു മുക്കാൽ ഭാഗത്തോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനൊരു ലൈൻ കൊടുക്കുക. അതിനുശേഷം ആദ്യം വരച്ച് ചെരിച്ച് വരേണ്ട അവിടെ ഒരു വി ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്നൊരു കുറച്ചിങ്ങോട്ട് മാറ്റി ഇങ്ങനെ വരച്ച് ഇവിടെ നിന്ന് കർവ് ചെയ്ത് അവിടെ നിന്ന് കർവ് ചെയ്ത് ഇവിടെ കൊണ്ടെത്തിക്കാം. ഓക്കെ, ഇനി ഈ വര നേരെ താഴോട്ട് വരയ്ക്കുക. ഈ വര ചെരിച്ച് ഇങ്ങോട്ടും വരയ്ക്കുക. ഇനി നമ്മൾ ആദ്യം വരച്ച ക്രോസ് ലൈൻ ഉണ്ടല്ലോ, അതൊക്കെ മായ്ച്ച് കളഞ്ഞ് ഇതിനെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാൻ പോവാം. ഇവിടെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ച് ഇതുപോലെ ഇവിടെ സ്ട്രെയിറ്റ് ഇങ്ങനെ വരച്ച് ഇവിടെ കൊണ്ട് മുട്ടിക്കാം. അതിനുശേഷം ഈ ലൈൻ ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ലിപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ ആയിരിക്കണം. എന്നിട്ട് ഈ വശം ഇങ്ങനെ വരച്ച് ഇങ്ങനെ ചേർക്കുക. അടിവശം ഇതുപോലെ വരച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് മായ്ച്ചു കൊടുത്തിട്ട് ഈ ലൈൻ ഇങ്ങനെ ആക്കിയെടുക്കുക. എന്നിട്ട് ഈ വര ഇവിടെ കൂട്ടിമുട്ടിക്കുക. ഓക്കെ, അടുത്ത് വരയ്ക്കുന്നത് നമ്മൾ പല്ലാണ്. അതിന് സെൻറ്ററിലെ ആ വര കണ്ടോ, അത് സ്ട്രെയിറ്റ് വരയ്ക്കുക. സൈഡിലത്തെ വരകൾ കർവ് ചെയ്ത് ചെരിച്ച് വരയ്ക്കുക. ചെരിച്ച് വരയ്ക്കേണ്ട വരകളൊന്നുകൂടെ ഞാൻ ഈ സൈഡിൽ വരച്ച് കാണിക്കാം. ഇതേ സെൻറ്ററിലെ സ്ട്രെയിറ്റ് വരയ്ക്കുക. ഈ സൈഡിലത്തെ വരകൾ കണ്ടോ, ഇങ്ങോട്ടും ഇങ്ങോട്ടുള്ളത്, ഇങ്ങനെ വേണം രണ്ട് സൈഡിലായിട്ടും വരയ്ക്കാൻ. കണ്ടല്ലോ, ഇതുപോലെ വരച്ചെടുക്കുക. ഇനി നമ്മളിത് പതിയെ ഷെയ്ഡ് ചെയ്യും. നമ്മൾ നേരത്തെ ഷെയ്ഡ് ചെയ്തതുപോലെ സെൻറ്ററിൽ ഇരുവശത്തായിട്ടും കർവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എവിടെയാണോ താഴത്തെ ലൈന് അവിടുന്ന് മേളിലോട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. എന്നിട്ട് മേലത്തെ ലൈനിൽ നിന്ന് ഇതുപോലെ താഴോട്ട് വരച്ച് കൊടുക്കുക. അതുപോലെ മുകളിലത്തെ ലൈനിൽ നിന്ന് താഴോട്ട് വരച്ചു കൊടുക്കുക. താഴത്തെ ലൈനിൽ നിന്ന് മുകളിലോട്ട് ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടിവശം അത് വരയ്ക്കാനായിട്ട് ഇതിങ്ങനെ രണ്ട് സൈഡിലോട്ടും കർവ് ചെയ്ത് കൊടുക്കുക ആദ്യം. അത് കഴിഞ്ഞിട്ട് അതിനെ ഇതുപോലെ ആക്കി വരച്ചു കൊടുക്കുക. ഇതിനെ മേലിൽ നിന്ന് താഴോട്ട് വരച്ചു കൊടുക്കുക. അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ മേലോട്ടാക്കി വരച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളും വരച്ച് നോക്കണം. അതുപോലെ താങ്ക്സ് ഫോർ വാച്ചിങ്.